നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് CPM നേരിട്ട ഏറ്റവും നാണം കെട്ട തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടു. 10 വർഷം നീണ്ടുനിന്ന ഭരണം അവർക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ അവിടെയും ഏറ്റവും നാണക്കേടായി പാർട്ടിക്ക് മാറിയത് 2 നിയമസഭാ മണ്ഡലങ്ങളിലെ മൊത്തത്തിൽ 3 വിമതന്മാർ ജയിച്ചുവെങ്കിലും 2 നിയമസഭാ മണ്ഡലങ്ങളിലെ തോൽവിയാണ്. ഒന്ന് പയ്യന്നൂരും രണ്ടാമത് തളിപ്പറമ്പുമാണ്. ഈ 2 നിയോജക മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളാണ്. അതായത് കണ്ണൂർ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഉരുക്കുകോട്ടയാണ്, പാർട്ടി ഗ്രാമം എന്നറിയപ്പെടുന്ന ജില്ലയാണ്, പാർട്ടി അറിയാതെ ഒന്നും നടക്കാത്ത ഒരു പ്രദേശമാണ്. അവിടെയാണ് കാലിനടിയിലെ മണ്ണ് CPMന് ഒലിച്ചുപോയത്. അങ്ങനെ പയ്യന്നൂരിൽ CPM വിമതനായിട്ടുള്ള, മറ്റാർ വിജയിച്ചാലും കുഴപ്പമില്ല, പക്ഷേ CPM വിമതനായിട്ടുള്ള V കുഞ്ഞികൃഷ്ണൻ വിജയിക്കുന്നു. അതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്റർ വിജയിക്കുന്നു. ഈ 2 വിജയങ്ങളും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ താങ്ങാനാകാത്ത ഒരു ആഘാതമായിരുന്നു. കണ്ണൂർ ജില്ലയിൽ 2 പാർട്ടി നിയോജക മണ്ഡലങ്ങൾ, പാർട്ടിയുടെ കോട്ടയായ, പാർട്ടി ഇതുവരെയും അടിയറവ് വച്ചിട്ടില്ലാത്ത നിയോജക മണ്ഡലങ്ങൾ, ആ നിയോജക മണ്ഡലങ്ങളിൽ CPM വിമതന്മാർ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ, അതും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ, അത് പാർട്ടിക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലങ്ങളിൽ വലിയ നീക്കങ്ങൾക്ക് പാർട്ടി തയ്യാറെടുക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി തന്നെ CPM ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നു. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ്റെ വിജയം, പാർട്ടി സ്ഥാനാർത്ഥി ആയ TI മധുസൂദനൻ്റെ പരാജയം, ഇതെല്ലാം അന്വേഷിക്കാനായി പാർട്ടി ഒരു 2 അംഗ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, പാർട്ടി നേതാക്കന്മാർ രക്തസാക്ഷിയായിട്ടുള്ള പ്രവർത്തകൻ്റെ കുടുംബാംഗങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന ഫണ്ട് അത് തട്ടിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ഈ ആരോപണം വലിയ തോൽവിക്ക് കാരണമായി എന്ന് മാത്രമല്ല, V കുഞ്ഞികൃഷ്ണൻ അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു. ഈ വിജയം, തെരഞ്ഞെടുപ്പ് പരാജയം, CPMനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പരാജയം, അത് അന്വേഷിക്കാനാണ് 2 അംഗ കമ്മീഷനെ പാർട്ടി നിയോഗിച്ചത്. ആ 2 അംഗ കമ്മീഷൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർട്ടിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു, ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ ജില്ലാ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റി മുഴുവൻ ഉടച്ചു വാർക്കാനുള്ള തീരുമാനം ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. ഏരിയ കമ്മിറ്റി മുഴുവനായും പിരിച്ചുവിടും, പിന്നീട് വീണ്ടും പുനഃസംഘടിപ്പിക്കാനാണ് ഇപ്പോൾ CPM ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അതായത് ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. കൂടെ നിന്ന് പ്രവർത്തിച്ചവർ, നേതാക്കന്മാർ പലതും V കുഞ്ഞികൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ചു, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തു. മാത്രമല്ല പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ വിമത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഏരിയ കമ്മിറ്റി ഉടച്ചു വാർക്കാൻ ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വളരെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞു പോയത്. ആ തെരഞ്ഞെടുപ്പിൽ 2 മണ്ഡലങ്ങളിൽ, കണ്ണൂരിലെ 2 മണ്ഡലങ്ങളിൽ CPM വിമത സ്ഥാനാർത്ഥിമാരുണ്ടായി എന്നുള്ളത് തന്നെ പാർട്ടിക്ക് വലിയൊരു നാണക്കേടായിരുന്നു. പക്ഷേ വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാവുക എന്നത് മാത്രമല്ല, വിമത സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നു, പാർട്ടിയുടെ ഔദ്യോഗികമായ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നു. ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ, അത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമായിരുന്നു. ആ ആഘാതത്തിൽ നിന്നും കരകയറാനായി എത്രയും വേഗം ഈ പാർട്ടി നടപടികൾ ഉണ്ടാകണമെന്ന് CPM കരുതുന്നുണ്ട്. പിണറായി വിജയനെതിരായിട്ടുള്ള ശക്തമായ പൊതുജന വികാരം അത് ഈ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല, CPM പ്രവർത്തകർക്കിടയിൽ പോലും ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു കണ്ണൂരിലെ ഈ വിമത സ്ഥാനാർത്ഥികളുടെ വിജയം. തീർച്ചയായും അത്തരത്തിൽ ശക്തമായ പാർട്ടി വിരുദ്ധ വികാരം ഈ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, അത് CPMലെ സാധാരണക്കാരായ പ്രവർത്തകരെയും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ ഞെട്ടിച്ച ഒരു ആരോപണമായിരുന്നു. പാർട്ടിക്ക് വേണ്ടി മരണമടയുക, പാർട്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും ഒഴിഞ്ഞുവെക്കുക, അവരാണല്ലോ രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിലവിലെ സഖാക്കന്മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഫണ്ട് പിരിച്ച് അവിടുത്തെ രക്തസാക്ഷിയുടെ ആരോരുമില്ലാത്ത കുടുംബത്തിന് നൽകുക സ്വാഭാവികമാണ്. അവർക്ക് താങ്ങും തണലുമായി പിന്നീട് പാർട്ടി ഉണ്ടാകുമെന്നാണ് പൊതുവെ കേരളത്തിൽ കരുതപ്പെടുന്നത്. പക്ഷേ ആ രക്തസാക്ഷി ഫണ്ട് തന്നെ തട്ടിച്ചിരിക്കുന്നു, നേതാക്കന്മാർ പോക്കറ്റിലാക്കിയിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം പാർട്ടിയെ കണ്ണൂർ ജില്ലയിൽ പിടിച്ചുലച്ചു എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള ഒരു ജില്ല കൂടിയാണ്. ആ ജില്ലയിലാണ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്നൊരു ഗുരുതരമായ ആരോപണം പാർട്ടി നേരിടുന്നത്. ഇതിനോട് സഹിക്കാൻ അല്ലെങ്കിൽ ഇതിനോട്
പൊറുക്കാൻ ഒരു കാരണവശാലും സഖാക്കൾ തയ്യാറല്ല എന്നതിൻ്റെ സൂചനയാണ് 2 നിയോജക മണ്ഡലങ്ങളിൽ വിജയിച്ചത്. വി കുഞ്ഞികൃഷ്ണൻ പ്രത്യേകിച്ചും പയ്യന്നൂരിൽ വിജയിച്ചത് അതുകൊണ്ടാണ്. പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ വി കുഞ്ഞികൃഷ്ണന് വേണ്ടി വഴിമാറിക്കൊടുത്തു എന്ന അന്വേഷണ റിപ്പോർട്ട് വരുന്നു. അതിനെ തുടർന്ന് മുഴുവൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളെയും പിരിച്ചുവിടുകയും ഏരിയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും ചെയ്യുകയാണ് CPM. അതായത് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ സിറ്റിംഗ് സ്ഥാനാർത്ഥി, അതായത് സിറ്റിംഗ് MLA കൂടിയായ TI മധുസൂദനനെ തെരഞ്ഞെടുപ്പിൽ 7487 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. വലിയ ആധികാരികമായ വിജയം തന്നെ CPM വിമത സ്ഥാനാർത്ഥി നേടി എന്നുള്ളതാണ് ആ മണ്ഡലത്തിൽ. മാത്രമല്ല, 2ാം മണ്ഡലമായ തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ മാസ്റ്ററാണ് മത്സരിച്ചത്. TK ഗോവിന്ദൻ മാസ്റ്റർ അവിടെ ഉയർത്തിയ വിഷയം എന്ന് പറയുന്നത് MV ഗോവിന്ദൻ്റെ ഈ ബന്ധുജനങ്ങളോടുള്ള സമീപനമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് MV ഗോവിന്ദൻ സീറ്റ് ഒപ്പിച്ചു കൊടുക്കുന്നു. തളിപ്പറമ്പിൽ സ്വീകാര്യമല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ MV ഗോവിന്ദൻ്റെ ഭാര്യ എന്ന നിലയിൽ അവിടെ നിർത്തുന്നു. PK ശ്യാമളയെ അവിടെ നിർത്തുന്നു. PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ പാർട്ടിയിൽ വലിയ കലാപത്തിന് തുടക്കം കുറിക്കുന്നു. ആ കലാപത്തിന് നേതൃത്വം വഹിച്ചത് TK ഗോവിന്ദൻ മാസ്റ്റർ ആയിരുന്നു. ഒടുവിൽ അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. PK ശ്യാമളയ്ക്കും MV ഗോവിന്ദനും അതുപോലെ തന്നെ പിണറായി വിജയനും എതിരായിട്ടുള്ള ശക്തമായ വികാരം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലും ആവർത്തിക്കുന്നു. അങ്ങനെ TK ഗോവിന്ദൻ മാസ്റ്റർ അവിടെ വിജയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിജയം ഏതാണ്ട് 12,551 വോട്ടുകൾക്കാണ്. അതും ആധികാരികമായ വിജയമായിരുന്നു. ഈ 2 വിജയങ്ങളും CPMനെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. ഈ 2 വിജയങ്ങൾക്ക് എതിരായിട്ടാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഈ 2 വിജയങ്ങൾക്ക് പാർട്ടിക്ക് ആരാണോ ഉത്തരവാദി, ആ ഉത്തരവാദിയായവർക്കെതിരെയാണ് ഇപ്പോൾ നടപടിയെടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് 2 വിമത സ്ഥാനാർത്ഥികൾ രംഗത്തുണ്ട് എന്നറിഞ്ഞതോടുകൂടി CPM പാർട്ടി കേഡർമാർക്ക് നൽകിയിരുന്ന നിർദ്ദേശം എന്നത് കേരളം മുഴുവൻ തോറ്റാലും കുഴപ്പമില്ല, ഈ 2 മണ്ഡലങ്ങളിൽ വിജയിക്കണം. ഇതായിരുന്നു പാർട്ടി കേഡർമാർക്ക് നൽകിയിരുന്ന നിർദ്ദേശം. കർശന നിർദ്ദേശമായിരുന്നു. പക്ഷേ അവിടെ പാർട്ടിക്ക് പിഴച്ചു. പാർട്ടിയുടെ നിർദ്ദേശത്തോടൊപ്പം പാർട്ടിയുടെ സഖാക്കൾ നിന്നില്ല. അങ്ങനെ നിൽക്കാത്ത സഖാക്കൾക്കെതിരെയാണ് ഇപ്പോൾ സംഘടന നടപടി സ്വീകരിക്കുന്നത്. പ്രശ്ന പരിഹാരത്തിനല്ല, മറിച്ച് നടപടി സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നാണ് ഈ നടപടികളിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഔദ്യോഗിക പക്ഷമാണ് തിരുത്തേണ്ടത്. പക്ഷേ ഔദ്യോഗിക പക്ഷം തിരുത്താതെ വിമത ശബ്ദം ഉയർത്തിയവരെ പാർട്ടിയിൽ നിന്നും വെട്ടിയെരിയുക എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ CPM സ്വീകരിച്ചിരിക്കുന്നത്. അതും പാർട്ടിയുടെ ഈറ്റില്ലമായ കണ്ണൂർ ജില്ലയിൽ പാർട്ടിയുടെ അടിവേരിളക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ സമീപ ഭാവിയിൽ തന്നെ ഈ നടപടി തെറ്റായിരുന്നുവെന്ന് CPMന് തന്നെ ബോധ്യപ്പെടേണ്ടി വരും എന്നാണ് വിമത സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നവരുടെ അഭിപ്രായം.